ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെയൊക്കെ വീടിന് പരിസരത്ത് മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള കാറ്റും കൂടെ ഉണ്ടാവാറുണ്ട്. തുണിയൊക്കെ അലക്കി ഉണങ്ങാൻ വേണ്ടി ഇതുപോലെ വിരിച്ചിട്ടിട്ട് പോയാലും ഉണങ്ങിയൊക്കെ കിട്ടാൻ വലിയ പാടാണ്. പലപ്പോഴും ഡ്യൂട്ടിക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ വിരിച്ചിട്ടിട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പല തുണികളും നിലത്തായിരിക്കും കിടക്കുന്നത്. മണ്ണൊക്കെ പറ്റിയിട്ട് വീണ്ടും അലക്കേണ്ട ഗതികേടാണ്. മെയിൻ പ്രശ്നം തുണിക്ലിപ്പിനുള്ള ബലക്കുറവും അത് പൊട്ടിപ്പോകുന്നതുകൊണ്ടൊക്കെയാണ്. മിക്കവാറും നമ്മൾ വാങ്ങിക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പുകളായിരിക്കും. ഇതൊന്നില്ലെങ്കിൽ പൊട്ടിപ്പോകുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ് തെറിച്ച് പോകും. ഇനി സ്റ്റീലിൻ്റെ വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. അപ്പോൾ വെള്ള ഷർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷർട്ടിലെ തുരുമ്പിൻ്റെ കറ പറ്റും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീട് പണി കഴിഞ്ഞപ്പോൾ ഹോട്ട് വാട്ടർ കണക്ഷനൊക്കെ കൊടുക്കുന്ന PVC പൈപ്പിൻ്റെ ബാലൻസ് വന്ന ഒരു കട്ട് പീസ് നമ്മുടെ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടർ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തും എടുക്കാം. നമ്മളൊരു 10-30 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആക്സോ ബ്ലേഡ് വെച്ച് ഇതുപോലെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ പീസുകളും നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്തു. PVC പൈപ്പ് ആകുമ്പോൾ നല്ല കട്ടിയും ഉണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ സ്ട്രെങ്ത്തും കുറയത്തില്ല, പൊട്ടിയും പോകത്തില്ല. ഇനി 1 ഇഞ്ചോ 1.25 ഇഞ്ചോ നീളമുള്ള റിവിറ്റുകൾ എടുക്കണം. ഇത് അലൂമിനിയം ഫാബ്രിക്കേഷനൊക്കെ ചെയ്യുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 50 പൈസ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ശേഷം ചെറിയ ഡ്രിൽ ബിറ്റിട്ട് ഇതുപോലെ 2 വശങ്ങളിലുമായിട്ട് തുളച്ചെടുക്കുന്നുണ്ട്. 2 റിവിറ്റുകൾ തമ്മിൽ ഏകദേശം 30 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ ചെരിച്ചാണ് തുളച്ചെടുക്കുന്നത്. എന്നിട്ട് 2 റിവിറ്റുകളും നമ്മളിട്ട ഹോളിലേക്ക് ഇതുപോലെ ടൈറ്റായിട്ട് ഇറക്കി വെക്കണം. ഇനി PVCയുടെ ചെറിയ പീസൊക്കെ ചെരിച്ച് ഡ്രില്ല് ചെയ്തെടുക്കാനൊക്കെ പാടാണെന്നുണ്ടെങ്കിൽ റിവിറ്റിൻ്റെ അറ്റ ഇതുപോലെ ഷാർപ്പൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചൂടാക്കി തുളച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ആ റിവിറ്റ് PVCയിൽ നിന്ന് ഒരിക്കലും ഊരി പോരത്തില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 30 PVCയുടെ പീസും 60 റിവിറ്റും വെച്ച് ഇതുപോലെ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുശേഷം ആ റിവിറ്റിൻ്റെ എക്സ്ട്രാ ലെങ്ത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയാം. നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. റിവിറ്റ് ഒരു കാരണവശാലും ഊരി പോരത്തില്ല. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്ലിപ്പുകളെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം. അടിപൊളി 30 ക്ലിപ്പുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ തുണി അലക്കി വിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ക്ലിപ്പ് ഇതായിരിക്കും. ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല അൾട്രാ കിടിലമായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. ഇനി വലിയ കാറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെ തുണികളൊന്നും പറന്നു പോകത്തില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു 10 വർഷത്തേക്ക് നമുക്ക് ക്ലിപ്പുകൾ വാങ്ങിക്കേണ്ടി വരത്തില്ല, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.